മാർവലിലെ തോറിന്റെയും സ്പൈഡർമാന്റെയൊക്കെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടും വേദനകളും നഷ്ടങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ ഇവരെ പറ്റി പറയുമ്പോൾ നമ്മൾ അധികം ആരും അങ്ങനെ പറയാത്ത ഒരാളും കൂടിയുണ്ട്. അതാണ് വാണ്ട. നമ്മുടെ തോർ ഒരുപാട് വർഷം തന്റെ ഫാമിലിയുടെ കൂടെ ജീവിച്ച ആളാണ്. എന്നാൽ വാണ്ടയോ തന്റെ ചെറുപ്പത്തിൽ തന്നെ തന്റെ മാതാപിതാക്കൾ നഷ്ടമായി. അതിനുശേഷം വാണ്ടയും വാണ്ടയുടെ സഹോദരനെയും ഹൈഡ്ര കടത്തിക്കൊണ്ടുപോയി ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത് അവരെ കൊണ്ട് ഒരുപാട് ക്രൈംസ് ചെയ്യിച്ചു. അതിനുശേഷം അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്ത് ലോകത്തെ രക്ഷിക്കുന്നതിനിടയിൽ വാണ്ടയ്ക്ക് തന്റെ സഹോദരനെ നഷ്ടമായി. അതിനുശേഷം സിവിൽ വാറിൽ ക്യാപ്റ്റന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ പവർ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി. എല്ലാം കൊണ്ടും തകർന്നിരുന്നപ്പോഴും വിഷന്റെ സ്നേഹം മാത്രമാണ് വാണ്ടയെ തിരികെ കൊണ്ടുവന്നത്. എന്നാൽ ആ സന്തോഷം അധിക നാൾ നിന്നില്ല. താനോസിന്റെ കയ്യിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി താൻ ഈ ഭൂമിയേക്കാളും ഒരുപാട് സ്നേഹിക്കുന്ന വിഷനെ കൊല്ലേണ്ടി വന്നു. അതിനുശേഷം റിയൽ ലൈഫിൽ തനിക്ക് ആരുമില്ല എന്നോർത്ത് ഇമാജിനറി വേൾഡ് ഉണ്ടാക്കി അവിടെ ജീവിക്കാമെന്ന് നോക്കി. അവസാനം അതും തന്റെ കയ്യിൽ നിന്ന് പോയി. എങ്ങനെയെങ്കിലും തന്റെ കുട്ടികളെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണമെന്ന വാശി തന്നെ ഒരു ഭ്രാന്തിയും കൊലപാതകയാക്കി മാറ്റി. എന്നിട്ടും അവസാനം തന്റെ കുട്ടികളെ തനിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ ആ ജീവിതം തന്നെ വാണ്ട അവസാനിപ്പിച്ചു. തനിക്ക് നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധികളാണ് നല്ലവളായിരുന്ന വാണ്ടയെ ഈവിളാക്കി മാറ്റിയത്.